നമ്മളൊന്നിപ്പോ 3 വാഷിംഗ് ഇരിക്കണം. നമ്മളപ്പോ അത് എടുത്ത് കൈ പിടിച്ചോണ്ട് പോന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ സ്നാക്സ് ഒക്കെ ഇപ്പൊ പൊട്ടിച്ച് തീർത്തോട്ടെ. വെൽക്കം ബാക്ക് ടു അവർ പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോ മറ്റെന്താ പറയുക, ആങ്കർ ചെയ്യുന്നത് ഞാനല്ല, ഇയാളാണ്. അപ്പം ബാക്കി സംസാരം അവിടെ നിന്ന് കേൾക്കാം. ഞാനെന്നാ കൂടെ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഓഫായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു വി ക്യാൻ ഡു ഒരു എന്താ പറയുക അവർ ഡേ ഇൻ അവർ ലൈഫ് ചെയ്യാം. സോ പകുതി പോയി ഞങ്ങൾ രണ്ടുപേരും ഓഫായതുകൊണ്ട് ആസ് യൂഷ്വൽ നമ്മൾ വൈകിയാണ് എണീക്കാറ്. ഇപ്പോൾ ഇന്ന് കുറച്ചധികം വൈകിപ്പോയി തോന്നുന്നു. ഇറ്റ്സ് 11 o'clock, 11 മണിയായി. ഇവിടെ പിന്നെ നമ്മളെ നാട്ടിലെ പോലെ നമ്മുടെ വാപ്പച്ചിയും അമ്മച്ചിയൊന്നും കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ നേരിട്ടിട്ട് എണീച്ച് പോകാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയാണെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ചെയ്യേണ്ടി വരും. വീട്ടിലാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങ് എഴുന്നേറ്റ് പോയാൽ മതിയല്ലോ. അതാണ് ഇവിടെയുള്ള വ്യത്യാസം. എണീച്ച് കഴിയുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ബെഡ് നേരിടുക എന്നുള്ളതാണ്. ഞാൻ എണീച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ ഓൾറെഡി പല്ല് തേച്ചു. ഇനിയിപ്പോൾ എൻ്റെ പല്ല് തേപ്പിൻ്റെ ടൈമാണ്. പവൻ മാറിയിട്ട് ഇനിയിപ്പോൾ എനിക്ക് പല്ല് തേക്കണം. അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ചു. എനിക്ക് രാവിലെ കുറച്ച് അലർജിയുടെ പ്രശ്നമുള്ളായിരുന്നു. അതിൻ്റെ കുറേ തുമ്മലൊക്കെ കഴിഞ്ഞു. ഇവിടെ വന്നേപ്പിന്നെ തുടങ്ങിയതാണ്, എനിക്കറിയില്ല, ഇങ്ങോട്ടേക്ക് വന്നേപ്പിന്നെ തുടങ്ങിയതാണ്. അലർജിയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുമ്മലൊക്കെ കഴിഞ്ഞ് കുറേ തുമ്മലും പല്ലേപ്പും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്കൊന്ന് അടുക്കളയിൽ പോയി നോക്കാം. ആക്ച്വലി ഞങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. സോ എല്ലാം മെസ്സപ്പായി കിടക്കുമായിരിക്കും. ഞങ്ങളൊന്ന് ട്രിപ്പ് പോയേക്കുമായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ തന്നെ എണീച്ച് ജിമ്മിൽ പോയി, രാവിലെ തന്നെയൊന്നുമില്ല, 11 മണിയായി. എണീച്ച് ജിമ്മിൽ പോയിട്ട് വന്നിട്ട് ഇനി നമ്മുടെ ബാക്കി ദിവസത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരാം. അവൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ചീത്തേക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. നമ്മളിപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്, ഇറങ്ങുവാണ്. അവൻ്റെ പ്രോട്ടീൻ പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ പ്രോട്ടീൻ പൗഡറും എടുത്തിട്ടുണ്ട്. നമുക്ക് പൊട്ടി ഇറങ്ങാം. ഓക്കെ, നമ്മൾ നല്ല വണ്ടി കഴുകിയിട്ടതായതുകൊണ്ട് നമ്മുടെ ഇത് എന്താ ഇതെല്ലാം മാറ്റെല്ലാം പുറത്തായിരുന്നു. സോ അവനതെല്ലാം എടുത്തിടുന്നുണ്ട്. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് നല്ല കാലാവസ്ഥയാണ്. നമുക്ക് ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും നല്ലതായിരുന്നു. അല്ല, തണുപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല പുറത്തേക്ക് ഇറങ്ങാനും മടിയാണ്, എല്ലാത്തിനും മടിയായിരിക്കും. ഇതാകുമ്പോൾ ഇപ്പോൾ എളുപ്പമുണ്ട്, നമുക്ക് എന്തും ചെയ്യാൻ തന്നെ ഒരു തോന്നൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കാൻ തോന്നുന്നു. ഇവിടെ ഇത് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് കയറി പോകാനായിട്ട്. അല്ലെങ്കിൽ ഒരു പിന്നുണ്ട്, ആ പിന്നടിക്കണം. അപ്പം എൻ്റെ അടിച്ചിട്ടുണ്ട്, ഞാൻ കയറുവാണ്. ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ നല്ല സിമ്പിളാണ്, ചെയ്യുമ്പോഴാണ് പാട്. അങ്ങനെ നമ്മുടെ വർക്കൗട്ട് ഏകദേശം കഴിഞ്ഞ് നമ്മൾ നടക്കാൻ വേണ്ടി കയറാൻ പോവാണ്. ഇനി അതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് നടന്നിട്ട് നമ്മളിവിടെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ അത് കഴിഞ്ഞ് ഇറങ്ങി ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയി ലഞ്ച് കഴിക്കണം. കാരണം ഇപ്പോൾ ഇവിടെ 1 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി ഫുഡ് കഴിക്കാം. കാരണം രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നത്. പച്ചവെള്ളം പോലും കുടിക്കാൻ ഞാൻ മറന്നു. സോ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. നമ്മളപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നമുക്ക് ഇന്നലത്തെ ഫുഡ് കുറച്ച് ഇരിക്കുന്നുണ്ട്. അതേപോലെ നമ്മളിനിയിപ്പോൾ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇന്നലെ നമ്മൾ ഒന്ന് വണ്ടി കഴുകിയായിരുന്നു. ആ വണ്ടി കഴുകിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓസ് കുത്തിയിട്ട് എന്തോ കഴുകിയായിരുന്നു. അതെന്തോ വെള്ളം ലീക്കായി ഇവിടെ മുഴുവൻ വെള്ളം അയക്കുവാണ്. നമ്മൾ ഇന്നലെ രാത്രി കണ്ടില്ല, ഇന്നാണ് ഇപ്പോൾ കാണുന്നത്.
നമ്മളപ്പോൾ ചോറിന് വേണ്ടിയിട്ടുള്ള മുട്ട പൊരിക്കലാണ്. അവൻ ഇന്നിപ്പോൾ ഡയറ്റിലാണ്, അവൻ ഈ ഒരു മന്ത് ഡയറ്റിലാണ്. സോ നമ്മൾ അവന് ബ്രെഡും പിന്നെന്താ ഓംലെറ്റും മതി. ഓംലെറ്റ് മുട്ട വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ടുള്ള ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് ഇത് പൊരിക്കുകയാണ്. എനിക്ക് ചോറും കറിയുണ്ട്. നമ്മൾ ഇന്നലെ വെച്ച കുറച്ച് ചോറും കറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും വയ്ക്കാൻ പോയില്ല. രണ്ടിന് വെച്ച് ഇത് അടച്ചു കൊടുക്കും, അത് അവിടെ ഇരുന്ന് നോക്കിക്കോളും. ഇതിനൊരാട്ടമുണ്ട് പോയോ. ഓക്കെ, ഓംലെറ്റ് ആയിട്ടുണ്ട്. ഇനി ബ്രെഡും കൂടി ആയാൽ മതി. നമ്മുടെ അതായിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ വെച്ചു കൊടുത്ത് അതായി കഴിക്കാം. പ്ലേറ്റ് വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിച്ച് കുറച്ച് സമയം എടുക്കും. ഇന്നിപ്പോൾ ഓഫ് ആയതുകൊണ്ടും നമ്മൾ വിശാലമായ ഊണായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഹായ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്. ആ പാത്രമൊക്കെ കഴുകിയിട്ട് നമുക്ക് അടുത്ത എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഓഫ് ആയതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പുറത്തേക്കൊന്ന് ചുമ്മാ ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് നമ്മളിതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി പ്ലാൻ ചെയ്യാൻ കുറച്ച് സമയം നോക്കും. അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിരുന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി. പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ചെയ്ത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീഡിയോയിലില്ല. നമ്മൾ നേരെ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുവാണ്. ബർഗർ കിങ്ങില്ല എക്സ്പെൻസീവ്. മക്ഡിയിൽ നീ ഒരു ബർഗർ മേടിച്ചോ? അയ്യോട്ടാ, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഡെയിലി എല്ലാം കാണിക്കണമെന്ന് പറഞ്ഞേ. അത് കുട്ടിയാപ്പാ. കമാൻ കമാൻ മൂഡ് സിങ്സ് ഒക്കെ വരും പോകുമ്പോ നമ്മളെപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. കമോൺ. മക്ഡീന്ന് ഉണ്ട മേടിച്ചു. മക്ഡീന്നാ ഐസ്ക്രീമൊക്കെ ഞാൻ മേടിച്ചു തരാം. ഞാൻ ഈ ഡയറ്റ് പിടിക്കുന്ന സമയത്ത് എങ്ങനെ നിന്നെ കൊണ്ട് സാധിക്കുന്നു എനിക്കതാ മനസ്സിലാകാത്ത. ഞാൻ ഡയറ്റും ഇല്ല ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഒക്കെ ഐസ്ക്രീമും വേണ്ട. റിസാസ് അത് ആദ്യം അവിടെ ചെല്ലട്ടെ. നീയുണ്ട്, നിങ്ങളുടെ ഒരു മൂഡും ഉണ്ട്, നിങ്ങൾക്ക് മാത്രം മൂഡ് സിങ്സും ഉണ്ട്. നമുക്ക് ഇത് പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. നമ്മൾ ആണുങ്ങളെല്ലാം സഹിക്കണം, ക്ഷമിക്കണം, പൊറുക്കണം. നമുക്ക് മൂഡ് സെൻസ് ഇല്ല, പറയാൻ വോയിസ് ഇല്ല, ഒന്നുമില്ല. എന്താ നമ്മള് പുറത്തേക്ക് ചുമ്മാ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, അവിടെ പോവാം. അപ്പൊ എനിക്കെന്തോ മൂഡ് സ്വിങ്സ് വന്നിട്ട് നമ്മള് വേറെ സ്ഥലത്തെ പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞപ്പോ എന്റെ മൂഡ് മാറി. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാറ്റി അടുത്തുള്ള സ്ഥലത്തോട്ട് മാറ്റി. അത് കഴിഞ്ഞപ്പോ എനിക്ക് എന്തൊക്കെയോ തിന്നാൻ തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മക്ഡിന്ന് വാങ്ങിച്ചാൽ മക്ഡിയാണ് ഇവിടെ ചീപ്പായിട്ടുള്ളത്. അപ്പൊ നമുക്ക് മക്ഡി പോയി കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് പോവാം. അപ്പൊ അവൻ ഡയറ്റാണ്, സോ അവൻ കഴിക്കില്ല. സോ കണ്ട, അതുകൊണ്ട് മാത്രം സോ നമുക്കൊരു ബർഗർ മേടിച്ചില്ല. അത് കഴിക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീച്ചിൽ പോകാൻ. അത് കാണാം. ഇവിടെ പോലീസുകാർ വരെ മക്ഡിയിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. നമുക്ക് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഇവര്. 10 ഫീ ബാക്ക് ഫീ. അത് സ്കോട്ട്ലൻഡിലെ വയസ്സിൽ മാത്രമേ ഉള്ളൂ. ഫിഷ് കിട്ടിയാ? ഓക്കെ, നിനക്കൊന്നുമില്ല, നീ കുടിക്കാൻ പാടില്ല. നിനക്ക് ബർഗർ, എനിക്ക് കോള. ഇല്ലില്ല, നോവേ. മഴ, കട്ടൻ ചായ അല്ല, മഴയും കുടിച്ചോണ്ട് ബീച്ചിലോട്ട് പോകണ കാര്യം ആലോചിച്ചതാ. മഴയും ജോൺസൺ മാഷും കട്ടൻ ചായ. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് പോലെ പോവാതെ നോക്കിയാണ് തിന്നാനായിട്ട്.
നമ്മൾ ഇവിടുത്തെ വേറൊരു സെറ്റപ്പ് കാണിച്ചു തരാം. ഇത്രയും നേരം നല്ല മുടിഞ്ഞ വെയിലായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് ഫ്രണ്ടിലിട്ട് നോക്കൂ, നല്ല അടിപൊളി മഴ. അപ്പോൾ ബീച്ച് എന്നുള്ള ആഗ്രഹം നമ്മളിവിടെ കട്ട് ചെയ്യുകയാണ്. മഴയത്ത് ബീച്ചിൽ പോയി നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മൂടിയ കാലാവസ്ഥയായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ വെയിലായി, ഇപ്പോൾ അത് മഴയായി. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ ബീച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പണി കിട്ടും. അപ്പോൾ നമ്മളത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇറങ്ങിയ സ്ഥിതിക്ക് അതെങ്കിലും നടക്കട്ടെ. നമ്മൾ നാളെ അപ്പത്തിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വാങ്ങിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ നല്ല തേങ്ങ കിട്ടും. അപ്പോൾ അസ്തയിലും കിട്ടും നല്ല തേങ്ങ. പക്ഷേ ഇവിടുത്തെ തേങ്ങയാണ് കുറച്ചും കൂടെ നല്ലത്. തേങ്ങ അപ്പത്തിൽ അരയ്ക്കാൻ കറി എല്ലാത്തിലും ഇടാനാണെന്നുണ്ടെങ്കിലും ടെസ്കോയിലെ തേങ്ങ എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയേക്കുന്നത്. അസ്തയിലെ തേങ്ങ അരയ്ക്കുമ്പോൾ എന്തോ ഒരു തായ്ലൻഡിൽ നിന്ന് വരുന്ന എന്തോ ആണെന്നാണ് കാണിക്കാറ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന തേങ്ങയാണ്. അപ്പോൾ ടെസ്കോയിൽ ഞാൻ തേങ്ങ മേടിക്കാൻ വേണ്ടി മാത്രമാണ് വരാറുള്ളത്. കാരണം നമുക്ക് കുറച്ചും കൂടെ അടുത്ത് അസ്തയാണ്. അപ്പോൾ തേങ്ങ എടുക്കാം. തേങ്ങയിൽ നല്ലത് നോക്കി എടുക്കുക എന്ന് പറയുന്നതാണ് ടാസ്ക്. ഇതാണ് തേങ്ങ ടേക്കോൺ. ഇവനാണ് എൻ്റെ ഒഫീഷ്യൽ തേങ്ങ ചെക്കിംഗ് പാർട്ട്ണർ. ഒരെണ്ണം മതി. ഒരെണ്ണത്തിന്റെ വില ഒരെണ്ണത്തിന്റെ വില 125 രൂപ. ഈ ഒരു തേങ്ങ അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ വലിയ തേങ്ങയല്ല, ഇതൊരു ലഡു കണക്കേ ഉള്ളൂ. പക്ഷേ കമ്പാരിസൺ ചെയ്യരുത് എന്ന് പറയുമെങ്കിലും ഞങ്ങൾ കമ്പാരിസൺ ചെയ്യും. നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യും. ബട്ട് കമ്പാരിസൺ ചെയ്യരുത്. കാരണം നമുക്ക് ഇവിടെ കിട്ടുന്ന എല്ലാം സാലറിയും കാര്യങ്ങളും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വില ഉണ്ടാവും. പക്ഷെ നമുക്ക് അത് മെൻ്റലി അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ഒരു സമയം വേണം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളത് ചെയ്യരുത് എന്ന് വിചാരിച്ചാൽ നമ്മളറിയാതെ ചെയ്തു പോകും. നമ്മളപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇനി എന്തെങ്കിലും കിട്ടുമോയെന്ന് വെറുതെ നോക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നതാണ്. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെക്ഷനിൽ നമ്മുടെ സാധനങ്ങളെല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. ആട്ടപ്പൊടി, പിന്നെ ബസ്മതി റൈസ്, പിന്നെ പരിപ്പ്, കടല, പയർ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി സാധനങ്ങളൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിങ്ങനെ ചുമ്മാ വന്നതാണ്. ഇവിടെ എന്തെങ്കിലും നമുക്ക് പറ്റിയതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ നാട്ടിലെ അരിനുറുക്ക് കിട്ടും, പൊടിച്ചിട്ടുള്ള രീതിയിലുള്ള അത് കിട്ടും. പിന്നെ റസ്ക് ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവൻ്റെ ഫ്രൂട്ട്സ് തീർന്നു എന്ന് പറഞ്ഞ് 2 ആപ്പിൾ എടുത്തു. നാട്ടിലെ ഒരു 69 രൂപ ഒരു ആപ്പിളിനും ഇവിടെ. പിന്നെ ഇവിടെ മിക്ക കടകളും ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം കൂടെ വരുന്ന ഒരു വലിയ മോള് പോലെ ആയിരിക്കും. നമുക്കെല്ലാം ഒറ്റ ഇതിൽ തന്നെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ അത് എല്ലാം ഉണ്ടാവും ഇവിടെ. നല്ല വിലയുണ്ടാവും കേട്ടോ. ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങി പോവാം. അങ്ങനെയാണ് ഇവിടെയുള്ള മിക്ക ഷോപ്പുകളും. ഇനി ഇവിടെ ബില്ലടിക്കാനായിട്ട് കയറാം. അവനത് സ്കാൻ ചെയ്ത് ബില്ലടിച്ചോളും. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ സെൽഫ് സർവീസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും സെൽഫ് സർവീസാണ് ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ ക്യൂ കുറവായിരിക്കും. സ്കാൻ ചെയ്യുക. പിന്നെ നമുക്കിവിടെ ഒരു ആപ്പ് ഉണ്ടാവും. ഇവിടെ എല്ലാം ഷോപ്പിനും അവരുടേതായ ആപ്പ് ഉണ്ടാവും. അത് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കയറും. അങ്ങനെ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. നമുക്ക് പിന്നെ അത് റിഡീം ചെയ്യാം. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇവിടെ എല്ലാ ഷോപ്പിലും തന്നെ. അപ്പോൾ അവനതിൻ്റെ കാർഡാണ് സ്കാൻ ചെയ്യണത്. അതൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പൈസ കുറയും. ക്ലബ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ടെസ്കോയിൽ. പിന്നെ നമുക്കത് പൈസ അടയ്ക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. വണ്ടി എത്തി. ഞാൻ വണ്ടി തുറന്ന് കയറിയിരിക്കാൻ പോവാണ്. അവൻ കയറുന്നില്ലേ? ചടിക്കില്ല. ടിഷ്യൂ നോക്കിയാ. ഓക്കെ, ഇന്നലെ ഞങ്ങൾ കാറ് വാഷ് ചെയ്തോളൂ. ഏതോ ഒരു വണ്ടി ഉണ്ട് അവിടെ, പജേറോയാണോ നോക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. അവന് വട്ടാണ്. വണ്ടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താണെന്ന്. ഞാൻ പുതിയ പോന്നു. ആ വണ്ടി അതാണോ എന്ന് നോക്കാനാന്ന് പറഞ്ഞ് പോയി. ഇപ്പം മേടിക്കാൻ പോയ പോലെയാണ് പോണത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെ ആ വണ്ടി ഉണ്ടോ എന്നാണ് അവൻ അറിയേണ്ടത്. അവൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ ഇങ്ങനെ ഒരു വണ്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വരുന്നുണ്ട്. എന്താണോ എന്തോ. എന്തായി കണ്ടിട്ട് പക്കാ പജീറയാണ്. പേരൊന്നും എഴുതിയിട്ടില്ല. നമ്മളപ്പോൾ കടയിൽ കയറി ഇറങ്ങി.
ആ കടയിൽ കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ദേ വെയിലായി. മഴ പെയ്തതിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ല ഗൈസ്. നമ്മളപ്പോൾ പക്ഷെ നമ്മളെന്തായാലും ബീച്ചിൽ പോണില്ല. നമ്മുടെ പ്ലാൻ നമ്മൾ ഇനിയിപ്പോൾ മാറ്റുന്നില്ല. ബീച്ച് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ അത് ഇപ്പോൾ ഇവിടെ നല്ല വെയിലായി. അത്യാവശ്യം ചൂടും എടുത്തിട്ട് ചെയ്യാൻ മുഖത്തേക്കൊക്കെ വെയിലിരിക്കുകയാണ്. മഴ പെയ്തതിൻ്റെ ഒരു ലക്ഷണം പോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ മഴ പെയ്തില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്ന വഴി മാത്രമേ പെയ്തെന്ന് തോന്നുന്നു. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത്. നമ്മളിത് ചുമ്മാ ടൗണിൽ കൂടെ കറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ടൗണിൽ നിന്ന് പ്രത്യേകിച്ചൊന്നുമില്ല കാണാൻ. ഇത് കണ്ടൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഓൾമോസ്റ്റ് ഹൈലൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരൊക്കെ കണ്ടു കഴിഞ്ഞാണ് തൊട്ടടുത്തുള്ളതൊക്കെ. ബീച്ച് പിന്നെ തൊട്ടടുത്തൊരു ബീച്ചുണ്ട്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാം. അവിടെ നല്ല റിസാസിൻ്റെ ഐസ്ക്രീം കിട്ടും. ഒടുക്കത്തെ ടേസ്റ്റാണ്. പക്ഷെ നല്ല വിലയാണ്. നാട്ടിലൊരു 500 രൂപയുടെ അടുത്ത് വരും. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഐസ്ക്രീമിന്. പക്ഷേ അത് നമ്മളിന്നിപ്പോൾ ഇനിയിപ്പോൾ പോകണ്ടെന്ന് വെച്ചു. കാരണം ഓൾറെഡി അവൻ ഡയറ്റാണ്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ തന്നെ കഴിക്കേണ്ടതല്ല. ഞാൻ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം മുഴുവനൊന്നും ഞാൻ ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ ബാക്കി അവൻ കഴിച്ച് തീർക്കേണ്ടി വരും. പക്ഷെ ഇപ്പോൾ അവൻ ഡയറ്റ് ആയതുകൊണ്ട് അവൻ കഴിക്കില്ല. അവൻ ഭയങ്കര നോ പറച്ചിലാണ്. അപ്പോൾ ബർഗർ കൊടുത്തിട്ടാണ് അതൊന്നും കഴിച്ചൊന്നുമില്ല. ഭയങ്കര സ്ട്രിക്റ്റ് നോയാണ്. നല്ല വെയിലാണ്. ഇവിടെ വെയിൽ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിൽ നമുക്ക് ഈ ചൂട് ഇതും വലിയ ചൂടാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉരുകുന്ന ടൈപ്പാണ്. എന്താ പറയുക എന്താ പറയുക പുഴുങ്ങണ ടൈപ്പ് ചൂടാണ് ഇവിടെ. അങ്ങനത്തെ ഒരു ചൂടായത് നമുക്ക് ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുന്നു ലണ്ടനൊക്കെ കുറച്ചും കൂടെ ഇതിലും ചൂടാണ്. 32 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10-20 ഡിഗ്രി സെൽഷ്യസ് അതിൻ്റെ മുകളിലൊന്നും പോകാറില്ല. ഇപ്പോൾ ഇത്തവണ ചൂട് വന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തവണ എന്തോ പോയിട്ടുള്ളൂ 25 ഡിഗ്രിയിൽ. അല്ലാതെ ഇവിടെ നമ്മളിവിടെ ഫുൾ ടൈം ഒരു തണുപ്പ് കൺട്രി ആണല്ലോ അഡ്ജസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചൂട് ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാത്തതാണ്. നമ്മളൊരു മീഡിയം ഇവിടുത്തെ എപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് കഴിഞ്ഞാൽ മീഡിയം തണുപ്പാണ്. ആ മീഡിയം തണുപ്പായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചൂട് കയറി വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വരും. നാട്ടിൽ നിന്ന് വെച്ചാൽ പിന്നെ എപ്പോഴും ചൂടായതുകൊണ്ടിട്ട് നമ്മൾ ചൂടുമായിട്ട് ഓക്കെയാണ്. അതാണ് ഇവിടെ അവിടെയും വരുമ്പോൾ വ്യത്യാസം. 25 ഡിഗ്രിയിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ട് തോന്നാനുള്ള കാരണം അതാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 4 years ആയി. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് നാട്ടിലാണെങ്കിലും ചൂട് പറ്റില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും തണുപ്പ് പറ്റില്ല, ചൂടും പറ്റില്ല. ഒരു മീഡിയം കാലാവസ്ഥയാണ് എനിക്ക് പറ്റുന്നത്. ചൂടായാൽ എനിക്ക് പ്രശ്നം, തണുപ്പായാൽ എനിക്ക് ഇവിടെ പ്രശ്നം. ഫുൾ പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥ. ഇതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും തോന്നും. നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നില്ല. എന്നുണ്ടെങ്കിൽ നമ്മൾ തണുപ്പായ സമയത്ത് ഇവിടെ ഡിപ്രഷനാണ്. നമുക്കൊന്നും ചെയ്യാനുമില്ല. നേരത്തെ ഇരുട്ടാവും. നേരം വെളുക്കണതും ലേറ്റ് ആയിട്ടാണ്. എല്ലാം ലേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ നേരം വെളുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നേരം വെളുക്കും. ഇരുട്ടാവണത് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഡേ ലൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഒരു ഇത് തോന്നും ഉറങ്ങാൻ. പക്ഷെ നമുക്ക് ഉറങ്ങാൻ ഇച്ചിരി പാടാണ്. അതായത് ഈ രാത്രി ഇപ്പോൾ കട്ടനൊക്കെ മാറ്റിയിട്ട് ഒക്കെ ഇതാക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വന്ന് അടുത്ത കടയിലെത്തിയില്ല. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കാൻ ഓരോ സ്പെസിഫിക് കടകളുണ്ട്. നമുക്ക് തേങ്ങ വാങ്ങിക്കുന്ന ടെസ്കോയിൽ നിന്നാണ്. പിന്നെ ലിഡിലെ യോഗേർട്ട് ഇവിടത്തെയാണ് നല്ലത്. നമ്മളത് വാങ്ങിച്ച് ഇറങ്ങിയപ്പോൾ പിന്നെ മഴയായി. അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഷോപ്സിലൊക്കെ ഫ്രണ്ടിൽ ഡേറ്റ് ചെയ്യാറായതും പിന്നെന്താ എന്തൊക്കെയോ സാധനം കൊണ്ട് ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫ്രീ എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളതിപ്പോൾ 3 വാഷിംഗ് ലിക്വിഡ് ഇരിക്കണം. നമ്മളപ്പോൾ അത് എടുത്ത് കൈ പിടിച്ചോണ്ട് പോന്നിട്ടുണ്ട്. ഫ്രീ ആണ് കേട്ടോ, പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അത് എടുത്തോണ്ട് പോന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഇവിടെ JDയിൽ കയറി. ഷൂ ക്ലോത്ത്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ എനിക്കൊരു ഷോർട്സ് വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ നമ്മളൊരു ഷോർട്സ് എടുത്തു. ഇവിടെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നൈക്കിൻ്റെയാണ് എടുത്തത്. ഇവിടെ ബ്രാൻഡഡ് ആയിട്ടുള്ള നൈക്ക്, അഡിഡാസ്, പിന്നെ ന്യൂ ബാലൻസ് അങ്ങനെയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇവിടെ കിട്ടുക. ഞാനിപ്പോൾ തുറന്ന് എടുത്തിട്ടുണ്ട്. എനിക്കിത് പാകാവുമെന്ന് അറിയില്ല. എന്തായാലും വീട്ടിൽ ഇട്ട് നോക്കിയിട്ട് പാകാവില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ എടുക്കും. 1 മന്തിനുള്ളിൽ റിട്ടേൺ ചെയ്താൽ മതി. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇത് വാങ്ങിച്ച ബില്ലടിച്ച് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം. നമ്മളപ്പോൾ ഫസ്റ്റ് കയറി ചിക്കനും ഒരു ബണ്ണും ഒക്കെ വാങ്ങിച്ച്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്രണ്ടിനെ കണ്ട് കുറേ നേരം വർത്താനം പറഞ്ഞു നിന്ന്. ഒരു 1.5 ഹവറോളം വർത്താനം പറഞ്ഞു നിന്ന് പോയി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ബില്ലടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്നിട്ട് ബില്ലടിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ ചെന്നിട്ടാണ് അവന് ചിക്കൻ ഉണ്ടാക്കി തിന്നാൻ. അവൻ ഞാൻ പറഞ്ഞില്ല ഡയറ്റ് ആയതുകൊണ്ട് ചിക്കൻ മറ്റേ ഗ്രില്ല് ചെയ്തോ എന്തൊക്കെയോ കാണിച്ച് തിന്നാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതിന് വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബില്ലടിക്കണം, വീട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഇപ്പോൾ ടൈം 8:30 ആയി. പക്ഷേ സൂര്യൻ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവിടെ ഇപ്പോൾ 11 മണി ഒക്കെ ആവും ഇവിടെ സൂര്യൻ അസ്തമിക്കാനായിട്ട്.
നമ്മൾ ഇത്രയും വാങ്ങിച്ചുകൊണ്ട് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ കടയിൽ പോയി വന്നു. ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കണം. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റത് വൈകിയതുകൊണ്ട് ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ഒരു സുഖമില്ല. ചായ കുടിച്ചാലേ നമുക്കൊരു ഉഷാറ് വരുള്ളൂ. ഇപ്പോൾ ചായ കുടിക്കണം. പിന്നെ അവിടെ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ചെയ്യാം. എന്നിട്ട് വേണം നമുക്കിനി ഇന്ന് പരിപാടിയൊക്കെ തീർത്ത് കിടക്കാൻ. എന്നാലും ഞാൻ ആ സ്നാക്സൊക്കെ ഇപ്പോൾ പൊട്ടിച്ച് തീർത്തോട്ടെ. ഒരു ബണ്ണില് 4 ഗ്രാം ഷുഗറാ. അലർജിയില് നമുക്കിനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. പിന്നെ നാളെ അപ്പത്തിനുള്ളത് അരച്ച് വയ്ക്കണം. അപ്പം ആ പരിപാടിയിലോട്ട് പോവാം. തേങ്ങ വെള്ളം കുടിച്ചല്ലേ? ഇന്നത്തെ ഇതായിരുന്നു. അപ്പോൾ നമ്മൾ അപ്പത്തിന് അരച്ച് ഉള്ളിക്കറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ തണുപ്പ് ഇപ്പോൾ ചൂടുണ്ട്, പക്ഷെ എന്നാലും അപ്പം പൊങ്ങാൻ അപ്പത്തിന് ഇച്ചിരി ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അപ്പം അരച്ചതാക്കി വെച്ചേക്കാണ്. പിന്നെ ഞാനിപ്പോൾ ചിക്കൻ കറി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കുളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും ഇതുപോലെ കട്ടയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഉരുക്കാൻ വേണ്ടി അതിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുണ്ട്. ഉരുക്കി പാത്രത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ അത് ഉരുക്കിയിട്ട് നമുക്ക് കുളിക്കാനും കൂടി ഉണ്ട്. പിന്നെ ഒരു ചിക്കൻ കറി പിന്നെ വെച്ചതിൻ്റെ മേളമാണ്. കുറേ പാത്രങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മുഴുവൻ കഴുകാനുണ്ട്. അപ്പോൾ അത് അവൻ കഴുകിക്കോളും. കാരണം കുക്കിങ് ഞാനെടുത്തിട്ട് പാത്രം കഴുകൽ അവനെടുത്തു. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കുക്കിങ്ങിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് കുളിയും കൂടെ കഴിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി കിടക്കാനുള്ള പരിപാടികൾ നോക്കും. അപ്പം നമ്മൾ തലയിൽ എണ്ണയും തേച്ച് കുക്കിങ്ങൊക്കെ കഴിഞ്ഞു. തലയിൽ എണ്ണയും തേച്ച് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊരു 3/4 മണിക്കൂർ 1/2 മണിക്കൂറായിട്ട് ചെയ്യണം. പിന്നെ നമുക്ക് കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതൊക്കെ എഡിറ്റ് ചെയ്യണം. നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി അവൻ്റെ ചിക്കൻ ശരിയാക്കേണ്ട പരിപാടിയാണ്. അതിനകത്തേക്ക് ഒരു പാനിലേക്ക് കുറച്ച് മട്ടർ വെച്ചിട്ട് ചിക്കനൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഉപ്പും കുരുമുളകും പറ്റിയ ചിക്കനാണ്. അതിങ്ങനെ നമുക്കത് വെച്ച് കൊടുത്ത് പീക്കാണ് പ്രോട്ടീൻ. മുഴുവൻ കേസി പ്രോട്ടീനാക്കലാണ്. ഓക്കെ അവനപ്പോൾ അവൻ്റെ ചിക്കൻ കഴിക്കുകയാണ്. ഞാനപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ 2 ഗുലാബ് ജാം ഇരിപ്പുണ്ടേ. ഞാനതെടുത്ത് കഴിച്ച്. ഇനിയിപ്പോൾ രാത്രി എനിക്ക് ഫുഡ് വേണമെന്നൊന്നും തോന്നുന്നില്ല. എൻ്റെ വയറ് ഫുള്ളാണ്. ഞങ്ങൾ ചായ കുടിച്ചത് കുറച്ച് വൈകിയതുകൊണ്ടും ബണ്ണും ബിസ്ക്കറ്റൊക്കെ കഴിച്ചത് കാരണം വിശക്കണമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തു. ഞങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിക്കുക, ഫുഡ് പാത്രം കഴുകുക, കിടക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ദിവസം. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണും ബെൽ ബട്ടൺ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇനി എന്തെങ്കിലും പോരായ്മകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പരിശ്രമിക്കാം മാറ്റാനായിട്ട്. അത്രയേ ഉള്ളൂ. ഒന്നുമില്ലോ. ഇനി പോയി കിടന്നുറങ്ങണം. ഒന്നിനും വയ്യ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.